നമ്മളിപ്പോൾ കാണുന്ന സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് കൂടുതൽ കലാലയങ്ങളിൽ നിന്ന് വരികയും അവരൊരു ടെക്നോളജി ഐഡിയ അല്ലെങ്കിൽ ഒരു ഐഡിയ അതിനെ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്കിയിട്ട് അതിനെ മാർക്കറ്റിൽ അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ IP മാർക്കറ്റ് ടെസ്റ്റഡ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ IP ഈ കസ്റ്റമർ വ്യവസ്ഥയ്ക്കകത്ത് ആരും ഉപയോഗിച്ചിട്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ നാളത്തെ പ്രവർത്തനത്തിന് ശേഷം മാത്രമേ അതിനുള്ളൊരു അവയർനെസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെയുള്ള സമയം വേണം, അല്ലെങ്കിൽ ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ഫൈനാൻസും ബാക്കി കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ മനോഹരമായ ഒരു നൂതനത്വം അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും അത് മാർക്കറ്റിൽ അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടപ്പിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് 100 പേര് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പേര് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. അപ്പോൾ 95 മുതൽ 97 പേര് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പിന്നെയുള്ള ഒരു 10% പേര് ഈ ഓൾസോ റാനായിട്ട് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസിൽ ചില നിഷ് മാർക്കറ്റിലേക്ക് പരിപോഷിച്ച് നടക്കുന്നുണ്ട്. ബാക്കി 85% പേരും ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്, ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ തോട്ട് പ്രോസസ്, ദേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ പ്രോഡക്റ്റ്, ദേ ഹാവ് ടു സ്റ്റാർട്ട് പിവറ്റിംഗ് അബൌട്ട് ദ പ്രോഡക്റ്റ്. അങ്ങനെ പലതും ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ലെവലിൽ പോകാറുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പും നമ്മൾ പറഞ്ഞ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള സംരംഭകത്വവും സ്റ്റാർട്ടപ്പ് സംരംഭകത്വവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഭാരത സർക്കാരും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നോക്കുന്നത് വെച്ചാൽ ഇന്ത്യയിൽ ഈ പോപ്പുലേഷൻ, നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന പോപ്പുലേഷൻ ഏകദേശം 80 കോടി ജനങ്ങൾ 35 വയസ്സിൻ്റെ താഴെയുള്ള ഇന്ത്യയിൽ എല്ലാവർക്കും ജോലി കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ്റിനോ സംസ്ഥാന സർക്കാരുകൾക്കോ ഇല്ല. കൂടാതെ കമ്പനികൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ വളരെ കൂടുതലായിട്ടുള്ള ഓട്ടോമേഷനും മെക്കനൈസേഷനും പോയിരിക്കുന്നു. അപ്പോൾ ആൾക്കാരുടെ ആവശ്യമില്ല. മാത്രമല്ല ഇനി വരുന്ന സമയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുന്നതുകൊണ്ട് കൂടുതലായിട്ടും ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യം അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ജോലി ചെയ്യുന്നതിന് അവരുടെ ആവശ്യമില്ലാത്തതുകൊണ്ടും കൂടുതൽ പേര് എടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ബേസിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചത് കുട്ടികളെ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കലാലയങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ സംരംഭകത്വം പഠിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെല്ലുകൾ കലാലയങ്ങൾ തുടങ്ങുകയും അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംരംഭകരുമായിട്ട് അവരെ പരിചയപ്പെടുത്തുകയും അതിൽ നിന്ന് റോൾ മോഡൽസോ ഉണ്ടാക്കിയിട്ട് അവർ വന്ന് അവരുടെ സംരംഭങ്ങൾ തുടങ്ങി ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ അവർക്ക് കൂടുതലായിട്ടുള്ള മെൻറ്ററിങ് അല്ലെങ്കിൽ ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ്, മെൻറ്ററിങ് ഫെസിലിറ്റീസ്, ഫണ്ടിങ് ഫെസിലിറ്റീസ്, ആക്സിലറേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഇങ്ങനെ ഉണ്ടാകുന്നവർ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ സർക്കാരുകൾ ചെയ്യുന്ന ഒരു ഉദ്യമമാണത്. അല്ലാതെ വരുന്ന സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആർജിച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റി പഠിച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റുമായിട്ട് നല്ലവണ്ണം താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടാകുന്ന സംരംഭങ്ങളാണ് കൂടുതലായിട്ടുള്ള സക്സസ് റേഷ്യോ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുക.